എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്സ് ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഓട്സ്, കുരുമുളക്, ആവശ്യത്തിന് 2 മുട്ട, ആവശ്യത്തിന് വെജിറ്റബിൾ നമ്മുടെ കയ്യിലുള്ളതുപോലെ 2 മുട്ട ആദ്യം പൊട്ടിച്ച് ഒഴിക്കുക. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വെജിറ്റബിൾ നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിളായിരുന്നു, എൻ്റെ കയ്യിലിപ്പോൾ സവോളയും ക്യാരറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ 2 നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന എന്ത് വേണമെങ്കിലും വെജിറ്റബിൾ, ബീൻസോ ക്യാരറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും, സവോളയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ 2 എൻ്റെ കയ്യിൽ ഇപ്പം വീട്ടിൽ 2 അതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഓട്സ്, അത്യാവശ്യം കുറച്ച് ഓട്സ്, ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ അല്ലാത്ത ഓട്സാണ് ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് അതിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ്. പിന്നെ ബ്ലാക്ക് പെപ്പർ, അത് കുട്ടികളുടെ എരിവിനനുസരിച്ച് ബ്ലാക്ക് പെപ്പർ ചേർത്ത് ഇളക്കി നല്ലപോലെ മിക്സാകണം. ഇത്തിരി ഹാർഡ്നെസ് തോന്നുമ്പോൾ ഒരു ശകലം വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടും. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഞങ്ങൾക്ക് വീട്ടിൽ ഇത്തിരി ഉപ്പ് കൂടുതൽ ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഉപ്പ് ചേർക്കും. ഞങ്ങൾക്ക് ഉപ്പ് ഇത്തിരി മുന്നോട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരു പാൻ എടുത്ത് പാൻ ചൂടാക്കുക. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇത് ഓംലെറ്റ് രീതിയിൽ പരത്തി കൊടുക്കുക. ഓംലെറ്റ് പോലെ തന്നെ ഇരിക്കുക. ഓട്സൊക്കെ പെട്ടെന്ന് തന്നെ വേഗം, ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം. ക്യാരറ്റൊക്കെ ബീറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേകാനായിട്ട് സാധിക്കും. അതിന് ശേഷം അത് മൂടി വെച്ച്, ഇതെൻ്റെ മോളും കുക്കിങ്ങിന് ഇടയ്ക്ക് കൂടാറുണ്ട്, മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാൻ പറ്റുക. വേവിച്ചതിന് ശേഷം അന്ന് തിരിച്ച് ഇട്ട് കൊടുത്ത്, ഓട്സും പച്ചക്കറിയൊക്കെ വേകണമല്ലോ, അന്നേരം ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം അതൊന്ന് വേകാനായിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മളെടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡിയായി കിട്ടും. ഇതാണ് വൈകുന്നേരം സ്നാക്സായിട്ടൊക്കെ പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ഫുഡാണ്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാവുന്നതുകൊണ്ട് മുട്ടയും കുട്ടികൾക്ക് ഇഷ്ടമാവില്ല, എരിവും കുറവായിരിക്കും. ഗാർണിഷൊക്കെ ചെയ്യാം, ഗാർണിഷ് ചെയ്യുന്നവർക്ക് ഗാർണിഷ് ചെയ്യാം. ഇത് ഞാൻ